تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലിയാഖത്ത് അലിയുടെ അടിമത്ത സംവാദ വെല്ലുവിളി ചർച്ച അതിനോട് അനുബന്ധിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ടൈറ്റിൽ ലിയാഖത്ത് അലിയുടെ ലീക്കായ ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതായത് അടിമത്തത്തിനെ ബേസ് ചെയ്ത് ഇസ്ലാമിനെതിരെ ലിയാഖത്ത് അലി സംവാദത്തിന് നേരത്തെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് തെളിവുകളെല്ലാം ശേഖരിച്ച് പഠിച്ചുകൊണ്ട് വരാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കി. നിങ്ങൾ ഇതാണ് ഞാൻ ചോദിക്കാൻ പോകുന്ന സംവാദത്തിന്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വരണം, ആ തെളിവുകളെല്ലാം ശേഖരിച്ചോ, ബാക്കി നമുക്ക് സംഭവത്തിൽ കാണാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടൈറ്റിൽ എടുത്തത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അതിന് ക്ലിപ്പിംഗ് ഒരു 10-11 ക്ലിപ്പിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തത്, പാർട്ട് 1 ചെയ്തത്. പക്ഷേ അതിൻ്റെ സമയം ദീർഘിച്ച് ഒരു 40 മിനിറ്റ് വീഡിയോ ചെയ്തെങ്കിലും 30-35 മിനിറ്റ് ആ വീഡിയോ ചെയ്തെങ്കിലും അതിനകത്ത് ഒരു ക്ലിപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് നമ്മൾ ഇതിനുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലും പൊതുവേ ഉള്ള അടിമത്തം അത് കേട്ടാലേ നമുക്ക് ആൻസർ പറയുമ്പോൾ, ഈ ക്ലിപ്പിന് മറുപടി പറയുമ്പോൾ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജനറലായിട്ട് എന്താണ് അടിമത്തം, ഇവരെന്താണ് ചോദിക്കുന്നത്, അതിനുള്ള ഉത്തരം എന്താണ്, ഏത് ആംഗിളിലാണ് ഇത് കാണേണ്ടത് എന്നതിനെക്കുറിച്ചും പിന്നെ ഈ സംവാദ വെല്ലുവിളികളെക്കുറിച്ചൊക്കെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയത് പാർട്ട് 1 ആയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം കാണുക കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി. അതല്ലാതെ ഇത് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, എന്നാലും കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി അതും കൂടെ കേട്ടാൽ മനസ്സിലാവും. അതുപോലെ ഇതിനു മുമ്പ് ലിയാഖത്ത് അലിക്ക് തന്നെ മറുപടിയായിട്ട് കൊടുത്ത 2 വീഡിയോ, ഒരെണ്ണത്തിൻ്റെ ടൈറ്റിൽ അടിമത്തത്തിൽ കുടുങ്ങിയ ലിയാഖത്ത് അലി എന്നൊരു ടൈറ്റിൽ, മറ്റൊരു ടൈറ്റിൽ 5-1 ലിയാഖത്ത് അലിയുടെ 5-1 കോമഡി എന്ന മറ്റൊരു ടൈറ്റിൽ. ഇത് രണ്ടിലും നമ്മൾ ഈ അടിമത്ത സംബന്ധമായി തന്നെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 3 ലിങ്കുണ്ട്. പ്ലസ് ഇപ്പം ലിയാഖത്ത് അലി ചോദിച്ച ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഓൾറെഡി ഇതിൻ്റെ പാർട്ട് 1 ഇൻട്രൊഡക്ഷനായിട്ട് ചെയ്തു. എന്നാലും ഒരു അപ്ഡേറ്റും കൂടെ ഇന്നലെ കിട്ടിയതിനകത്ത് ഈ സംവാദ വെല്ലുവിളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു സിനാപ്സിസ് പറയുകയാണെങ്കിൽ ആരിഫ് ഹുസൈനെയാണ് UA ടീം വിളിച്ചത്. അതിനകത്ത് ഇടയ്ക്ക് കയറിയതാണ് ലിയാഖത്ത് അലി. ലിയാഖത്ത് അലി അവർ വിളിച്ചതുമില്ല, സംവാദ വിഷയങ്ങളൊന്നും പറഞ്ഞതുമില്ല. പക്ഷേ വെല്ലുവിളിച്ചത് ആരിഫ് ഹുസൈനെയാണ്. ആരിഫ് ഹുസൈൻ വന്നില്ല. ടൈറ്റിലിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മാറ്റണമെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പം കൊണ്ടുവന്നില്ല. അതിനിടയ്ക്ക് ലിയാഖത്തിൽ ഇടയ്ക്ക് കയറി ഈ കുടിയൻ കാലി ചുറ്റും നടക്ക് വീഡിയോയുടെ ക്ലിപ്പിംഗ്, ബാസിൽ വെല്ലുവിളിച്ച വീഡിയോയുടെ ക്ലിപ്പിംഗ് കട്ട് ചെയ്തിട്ട് ഈ ആരിഫിനെ വെല്ലുവിളിച്ചത് ആരിഫ് എന്നുള്ള പേര് വരാതെ എന്തോ ജനറലായിട്ട് വിളിച്ച കണക്കും ഞാൻ റെഡിയാണെന്ന് പറയുന്നതും ഉള്ള വീഡിയോ ഒക്കെ ഇറക്കിക്കൊണ്ടിരുന്നു. പിന്നെ തുടർന്ന് ബാസിൽ സംഭവത്തിന് വരുന്നില്ല എന്നെല്ലാം പറഞ്ഞ്, അപ്പോൾ എന്തുകൊണ്ടാണ് ലിയാഖത്തിൽ ഇങ്ങനെ പറയുന്നത്, ലിയാഖത്തിലേക്ക് റെക്കോർഡിംഗ് തിയേറ്റർ കെട്ടാനുള്ള ഒരു താമസം വരുന്നുണ്ട്, അത് പെട്ടെന്ന് കെട്ടണം, അതിനു വേണ്ടിയൊക്കെയാണ് ഈ സംഭവത്തിന് വിളിക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് ഉപോത്ബലകമായി അത് എന്നാണ് കാരണമെന്ന് ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് ബാസിൽ ഓൺലൈൻ സംഭവത്തിന് റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ലിയാഖത്തിൽ സമ്മതിക്കുന്നില്ല. ഓഫ്ലൈനിൽ തന്നെ വേണം, ഹാൾ ബുക്ക് ചെയ്ത് തന്നെ വേണമെന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഉദ്ദേശം വേറെയാണ്, അല്ലാതെ ഇതിന് മറുപടി പറയുക അല്ലെങ്കിൽ ഇതിൻ്റെ അടിമത്തത്തിനെക്കുറിച്ച് ഇസ്ലാമിനെ ഇപ്പം ശരിയാക്കി കളയാം എന്ന് ലിയാഖത്തിൽ പറയുന്നതൊക്കെ ചുമ്മാതാണെന്നുള്ളത് ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞു. ഇതൊന്ന് അടിമത്തം തെളിയിക്കാനോ ഇസ്ലാമിൻ്റെ എന്താണ് അഹങ്കാരം തീർക്കാനോ അതാണ് എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നില്ല ലിയാഖത്ത് അലി. അതൊന്നുമല്ല, ഇത് റെക്കോർഡിംഗ് തിയേറ്റർ തന്നെയാണ്. ലിയാഖത്ത് അലിക്ക് പെട്ടെന്ന് തന്നെ റെക്കോർഡിംഗ് തിയേറ്റർ കെട്ടാനുള്ള ഇത്ര നാൾ 3 വർഷമായിട്ട് എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല എന്ന് ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ഫാൻസിനോട് അറിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയോട് എല്ലാവരും എത്തിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും സഹായിക്കണം. നമ്മൾ ഷമീറിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു 1-2 രൂപ ഉണ്ടെങ്കിൽ അതും കൂടെ അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷമീറിൻ്റെ അടുത്ത്. റെക്കോർഡിംഗ് തിയേറ്റർ കെട്ടട്ടെ. അപ്പം ഇസ്ലാമിൻ്റെ ഇത് മാറ്റണ്ടേ, എന്താണ് ഇസ്ലാമിൻ്റെ അഹങ്കാരം തീർക്കാനല്ലേ, തീർക്കട്ടെ. അപ്പം അഹങ്കാരം തീർക്കാനാണ് നമ്മൾ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ അഹങ്കാരം ആദ്യം തീർക്കുക. ഞങ്ങൾ പുറകെ നടന്ന് നിങ്ങൾക്ക് ഉത്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിപ്പെല്ലാം കഷ്ടപ്പെട്ട് മുറിച്ചെടുത്ത് ചെയ്ത് നമുക്ക് പ്രൊഫഷണൽ ടീമോ അങ്ങനെ ഒന്നും ഇല്ലാതെ നമ്മളായിട്ട് മെനക്കെട്ടിരുന്നത് ഇത് കേൾക്കുന്നതന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേട്ടിട്ട് അത് ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ മറുപടി പറയുന്നത്. അതുകൊണ്ട് അതിനാദ്യം മറുപടി പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തുക, അതിനുശേഷം ഇസ്ലാമിനെ നാണം കെടുത്തല്ല അഹങ്കാരം തീർക്കണം. അപ്പോൾ മുസ്ലിങ്ങൾ ആരാണ് മറുപടി പറയുന്നത് അവരുടെ അഹങ്കാരം തീർക്കുക. ആദ്യമേ ഞങ്ങൾക്ക് മറുപടി ഇല്ലാതാക്കണം, എന്നിട്ട് വേണം കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും അഹങ്കാരം തീർക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നതെന്ന് ചിലപ്പം പെട്ടെന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ കാണുക. ഓക്കെ, പിന്നെ ഡയറക്റ്റായിട്ട് ഒരു 10 ക്ലിപ്പുണ്ട്, അതിനെ ഓടിച്ച് ഇതിനകത്ത് മറുപടി പറയാം. ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ പഴയ വീഡിയോയിൽ കാണുക. അപ്പം ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം ചോദ്യപേപ്പർ ലീക്കായെന്നല്ല, ഞാൻ ചോദ്യപേപ്പർ ഓൾറെഡി തന്നേക്കാം, അമ്പത്തിന് വരുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ട് തെളിവുകളെല്ലാം ശേഖരിക്കുമോ എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ ആദ്യം കേൾക്കുക. എന്നിട്ട് അതിൻ്റെ മറുപടി നമുക്ക് പിന്നെ പറയാം. എവിടേക്കാണ് പോകുന്നത്, എവിടെ പറഞ്ഞു പോകുന്നത്? ഇപ്പൊ ഇത്ര പറയുള്ളൂ. ഇതൊക്കെ നമുക്ക് സംവാദത്തിന് എന്റെ വാദമുഖങ്ങൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തരാണ്. പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ പെറുക്കിയെടുക്കാനും
ഇതിനെ മറികടക്കാനുള്ള മറുവാദങ്ങൾ തയ്യാറാക്കാനും അതിന് തെളിവുകൾ ശേഖരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം എന്ന രീതിയിൽ കണ്ടിട്ട് ചോദ്യപേപ്പർ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരികയാണ്. പരീക്ഷയ്ക്ക് വിളിക്കുന്നതിന് മുൻപ്, പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരുന്നു. ആ ചോദ്യം നോക്കി വായിച്ച് അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വരാൻ ഞാനിത് അബ്ദുള്ള അബ്ബാസിനെയും സംഘത്തെയും വെല്ലുവിളിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ. അതിനകത്ത് ലേഖത്തിൽ പറയുന്നത് ഞാൻ ചോദ്യപേപ്പർ നേരത്തെ തന്നേക്കാം, നിങ്ങൾ പ്രതിരോധിക്കാനുള്ള മരുന്ന് പെറുക്കിയെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ തെളിവുകളെല്ലാം കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിലേക്ക് വരൂ, അപ്പോൾ നമുക്ക് കാണാം. ഇതെന്തോ ലേഖത്തിൽ പുതിയതായിട്ട് കണ്ടുപിടിച്ച് തിരഞ്ഞെടുക്കാണ് പറയുന്നത്. ഈ അടിമത്തം എന്ന് പറയുന്നത് എത്ര കാലം മുതലാണ് ഇത് വിമർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്, പല രീതിയിൽ ഇവിടെ മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ആംഗിളിലും ഇതിനകത്ത് മറുപടി പറഞ്ഞത് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പെറുക്കിയെടുത്താണ് ഇച്ചിരിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച മറുപടിയല്ല, ലിയാഖത്തിലിയുടെ പുതിയ ചോദ്യമല്ല. ഇത് ഓൾറെഡി എല്ലാവരും ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് ചണ്ടി പോലെ എടുത്ത് കളഞ്ഞതാണ്. പക്ഷേ യൂട്യൂബ് വരുമാനം വേണമെങ്കിൽ അത് പുതിയതുപോലെ ആക്കി ലിയാഖത്തിലി അത് ആൾക്കാരുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് സംഭവം കൂടെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് റീച്ച് കൂട്ടി മറ്റേ ഫണ്ട്സ് പെട്ടെന്ന് കളക്ഷൻ ചെയ്യാമല്ലോ, ഫണ്ട്സ് റൈസ് ചെയ്യാമല്ലോ ലിയാഖത്തിലി. അതിനു വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പുതിയ ചോദ്യമല്ല, പുതിയ ഉത്തരവല്ല, ചോദ്യ പേപ്പർ ലീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ലിയാഖത്തിലിക്ക് പറഞ്ഞല്ലേ, ലിയാഖത്തിലി നിങ്ങൾ ഇതിൻ്റെ എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് ഇതിൻ്റെ ചോദ്യപേപ്പർ വായിച്ച് പഠിച്ച് തെളിവുകൾ തരാൻ പറഞ്ഞില്ല. അതിപ്പോൾ തന്നെ തന്നേക്കാം. ലിയാഖത്തിലി നല്ലപോലെ വായിച്ച് പഠിക്കുന്നത്. ഇത് ശരിക്കും നീ കേൾക്കാതെ അഭിനയിക്കുകയാണോ, അറിഞ്ഞിട്ട് അഭിനയിക്കുകയാണോ, അല്ല ശരിക്കും അറിയാതിരിക്കുകയാണോ എന്ന് അറിയാൻ വയ്യ. അഭിനയിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഉത്തരമൊക്കെ അറിഞ്ഞിട്ട് അറിയാം, പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അഭിനയിക്കുക അല്ലെന്ന് നമ്മൾ കണക്കൂട്ടിക്കൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിനായിട്ട് ഞങ്ങൾ മറുപടി പറയാം. ലിയാഖത്തിലി ഇത് മനഃപ്പാഠം ചെയ്ത് വെച്ചോ, അത്രേ ഉള്ളൂ. ഇനി ഇതിന് കണ്ണനം ഉണ്ടെങ്കിൽ പറയും, നമ്മൾ പറയുന്നതിന് കണ്ണനം ഉണ്ടെങ്കിൽ തിരിച്ച് പറയും. ഇല്ലെങ്കിൽ നമുക്ക് കണ്ണനം ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. അടിമത്വമൊന്നും വലിയൊരു ഇഷ്യൂ അല്ല, ലിയാഖത്തിലി പറയുന്ന കണക്കൊന്നും അല്ല എന്ന് ആൾക്കാർ തീരുമാനിക്കും. അതുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾക്ക് നമ്മൾ അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഒരു തെളിവുകൾ എടുക്കേണ്ട, തെളിവുകളൊക്കെ ഓൾറെഡി പറഞ്ഞെല്ലാം വെച്ചേക്കുന്ന തെളിവുകളാണ്, ഒരുപാട് ഡിസ്കസ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞതാണ്. എന്നാലും ലിയാഖത്തിലി അത് ചോദ്യ പേപ്പറായിട്ട് നമുക്ക് തന്നതുകൊണ്ട് അത് പ്രിൻ്റ് അടിച്ച് എൻ്റെ ആൻസർ ലിയാഖത്തിലിക്ക് ഗൈഡായിട്ട് തന്നേക്കാം. സമയം കിട്ടുമ്പോൾ ഇരുന്ന് വായിച്ച് പഠിച്ചോളൂ. ഓക്കെ, ചെയ്തിട്ടുണ്ട്, പക്ഷെ നിരോധിച്ചിട്ടില്ല എന്ന്. ഇസ്ലാം അടിമത്തത്തെ നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഇസ്ലാം അടിമത്തം എന്ന് പറയുന്ന ആ നീചമായ വ്യവസ്ഥിതിയുടെ സകല സാധ്യതകളും ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി, മുഹമ്മദിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, മുഹമ്മദിന്റെ ഗോത്ര നിർമ്മിതിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ സകല സാധ്യതകളും പ്രയോജനപ്പെടുത്തിയ ഒരു ഗോത്ര നേതാവ് മാത്രമാണ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ അടിമത്തം അനുവദനീയമായ രീതിയിൽ അടിമകളെ സ്വന്തം കീഴിൽ അവരവർക്ക് ക്രയവിക്രയാധികാരങ്ങളോടുകൂടിയുള്ള സ്വന്തം സമ്പത്തിന്റെ ഭാഗമായി പരിഗണിച്ച, ഒരുപാട് വിക്രിയകൾ കാണിച്ചു കൂട്ടിയ ഒരു നേതാവാണ് മുഹമ്മദ്. അയാളുടെ മതമാണ് ഇസ്ലാം. ആ നിയമത്തിൽ അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഏതെങ്കിലും യുക്തിവാദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങൾ കേട്ടു. ഇതിനകത്ത് ലിയാഖത്തിലി പറയുന്നത് അടിമത്തം ഇസ്ലാം നിരോധിച്ചിട്ടില്ല. അപ്പം മുസ്ലിങ്ങൾ ബാസിലായാലും ശരി, നമ്മളായാലും ശരി, എല്ലാവരും പറയുന്നത് അടിമത്തം ഇസ്ലാമിലില്ല, അടിമത്തം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലിയാഖത്തിലി പറയുന്നത് ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ അടിമത്തം എന്നുള്ളത്, അത് രണ്ട് ഡെഫിനിഷൻ എടുക്കുന്നുകൊണ്ടാണ് കുഴപ്പം. അടിമത്തം ഏതെല്ലാം രൂപത്തിൽ പ്രവാചകൻ്റെ കാലത്ത്, അതായത് ഇസ്ലാം വന്ന സമയത്ത് ഏതെല്ലാം രീതിയിലുള്ള അടിമത്തം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ രണ്ടുപേരും പറയുന്നതിലുള്ള വൈരുദ്ധ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് ഒരാൾക്ക് കടം കൊടുത്തു അയാൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ ആ ആളിനെ പിടിച്ച് അടിമയാക്കും. ജീവിതാവസാനം വരെ യജമാന ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ അയാൾക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ഡെറ്റ് ബോണ്ടേജ് എന്ന് പറയുന്നത്. ഇന്നും ഉണ്ടെന്ന് പറയുന്നു പല സ്ഥലത്ത്, ഇന്നിതുണ്ട്. ഇത് ആ സുഖീർ ബരിക്കൂടൻ അവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയും. ആ വീഡിയോകൾ കേട്ട് കഴിഞ്ഞാൽ അവർ ഡെറ്റ് ബോണ്ടേജിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഡെറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ കടത്തിന് വേണ്ടി അടിമയാക്കുക. ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്നു, ഇന്നും ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഇത് ഇസ്ലാമിലില്ല. ഒരാൾ കടം കൊടുക്കാത്തത് കൊണ്ട് അയാളെ പിടിച്ച് അടിമയാക്കിക്കൊണ്ട് വരിക, അയാളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിലില്ല. ഇപ്പോൾ നിർത്തലാക്കില്ല എന്ന് പറഞ്ഞില്ലേ, ഓരോന്നോരോന്ന് എണ്ണി പറയാം. ഈ അടിമത്തം ഇസ്ലാം ഇല്ലാതാക്കിയത് ഇസ്ലാമിലില്ല. ഇത് ഹറാമാണ്. അടിമത്തം ഹലാലാണോ ഹറാമാണോ ആണല്ലോ. ഈ ടൈപ്പ് അടിമത്തം ഇസ്ലാമിൽ ഹറാമാണ്, ഇത് ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത് ക്രിമിനൽ സ്ലേവറി എന്ന് പറയും. ഒരാൾ കുറ്റം ചെയ്തതുകൊണ്ട് അയാളെ പിടിച്ച് അടിമയാക്കി വെച്ചേക്കുക, ഇതുണ്ട്. ഇതും ഇസ്ലാമിൽ ജയിലടിക്കുന്ന സിസ്റ്റം അല്ല. കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ശിക്ഷ കൊടുത്ത് വിടുകയാണ്. ഒരാൾ മോഷ്ടിച്ചാൽ അവൻ്റെ കൈ മുറിക്കുക, തീർന്ന്, അവൻ പിന്നെ ഫ്രീ ആയി, അവൻ പോയി അടുത്ത ജോലി ചെയ്തോളൂ. അപ്പം വേറെ ആരും ഈ ഗവൺമെൻറ് പൈസയും പോകത്തില്ല. ആൾക്കാരുടെ ടാക്സ് ഉപയോഗിച്ച് അയാൾക്കൊരു ബിൽഡിംഗ് കെട്ടി അവിടെ ഫാനും ഇട്ട് അയാൾക്ക് ഉള്ള കക്കൂസും കാര്യങ്ങളും വെച്ച്, കുളിമുറി വെച്ച്, ബിരിയാണി വെച്ച്, കണ്ണാടി, സോപ്പ്, TV എല്ലാം കൊടുത്ത് ഈ പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. അപ്പോഴേ അവന് ആ ശിക്ഷ കൊടുക്കുക, അവനെ വിടുക, അത്രേ ഉള്ളൂ. വിചാരണ ചെയ്യുമ്പോൾ മാത്രം, ആ സമയത്ത് മാത്രം വിചാരണയ്ക്ക് പിടിച്ച് ബന്ദികളാക്കി നിർത്തും. അത് കഴിഞ്ഞാൽ ശിക്ഷ കൊടുത്തു വിടും. ഇതിപ്പോഴും ക്രിമിനൽ ബോണ്ടേജ് എന്നും പറഞ്ഞ്, സ്ലേവറി എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരെയും ജയിലിലിട്ട് ഇത് ഓക്കെ, ഇത് ഒരു ന്യായം ഉണ്ടെന്ന് പറയാം. അവർ തെറ്റ് ചെയ്തു അതുകൊണ്ടാണെന്ന്.
ഇതാരും സ്വതന്ത്രനെ ആക്കിയെന്ന് പറയത്തില്ല. ഇവർ സാറിന് പറയാറ് ഇസ്ലാമിൻ്റെ ഒരു നിയമമുണ്ട്, സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കാൻ പാടില്ല എന്നുണ്ട്. അത് നിർത്തി. ഇസ്ലാം ഇല്ലാതാക്കിയത് ബോണ്ടേജ് എന്താണ് അടിമത്തത്തിൽ ഡെഡ് ബോണ്ടേജ് ഇല്ല, ഒരു സ്വതന്ത്രനായ മനുഷ്യനെ പിടിച്ചാക്കാൻ പാടില്ല. അത് ഇവർ പറയുന്നുണ്ടെന്നറിയാം, ഇസ്ലാമിൽ സ്വതന്ത്രനായ മനുഷ്യരെ ആക്കാൻ പറ്റും. കാരണം അവർ യുദ്ധത്തിന് വന്നവരെല്ലാം സ്വതന്ത്രരാണെന്ന്. യുദ്ധത്തിന് വന്ന ആൾക്കാരെല്ലാം സ്വതന്ത്രമായ മനുഷ്യരാണ്, അവരെ പിടിച്ചാക്കി. ഈ എത്രത്തോളം ഇവർക്ക് ഈ വെളിവില്ലാതെ ഇവർ സംസാരിക്കുന്നു, തലയ്ക്കകത്ത് ഇസ്ലാം എന്താണ് വിരോധം കയറിയിട്ട് നോർമലായിട്ട് ചിന്തിക്കുന്ന ആ ബുദ്ധി പോലും ഇവർക്ക് ഇല്ലാതായിപ്പോയി. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഞാൻ പറയാണ്, ആരെയും സ്വതന്ത്രനായ മനുഷ്യനെ പിടിച്ച് ജയിലിലിടരുത് എന്ന് റൂളുണ്ട്. നമ്മുടെ നാട്ടിൽ നിയമം, എല്ലാ നാട്ടിലും നിയമമുണ്ട്. ചുമ്മാ പോകുന്ന സ്വതന്ത്രനായ മനുഷ്യനെ പിടിച്ച് ജയിലിലിടരുത്. ഒരുത്ത് മോട്ടിച്ചാലോ അവനെ ജയിലിടും. ലിയാഖത്തിൽ പറയുന്നത് കണ്ട, മോട്ടിക്കാൻ വന്ന വ്യക്തി സ്വതന്ത്രനായിരുന്നു, അവനെ പിടിച്ച് ജയിലിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ വന്ന ആൾ ബന്ദികളാവും, പിടിക്കപ്പെട്ടാൽ തോറ്റാൽ ബന്ദികളാവും എന്ന് വിചാരിച്ചാൽ തെറ്റാണ് ചെയ്യുന്നത്. ആ തെറ്റിനാണ് അവരെ പിടിച്ചടിമയാക്കുന്നത്. അപ്പോൾ ആരിഫും ശരി ലിയാഖത്തും ശരി രണ്ടുപേരും പറയുന്നത് ഇസ്ലാമിൽ യുദ്ധത്തിൽ പിടിച്ചവരെല്ലാം സ്വതന്ത്രമായിരുന്നു, അത് മോട്ടിച്ചവരെല്ലാം സ്വതന്ത്രമായിരുന്നു, അവരെന്തിനാ പിടിച്ച് ജയിലിട്ടെന്നാണ് ചോദിക്കുന്നത്. ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായി, ബുദ്ധിക്ക് പകരം വേറെ എന്തോ എടുത്ത് തലയ്ക്കകത്ത് വെച്ചിട്ടാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. അപ്പം അതും പോയി. എന്താണ് ഈ എല്ലാവരും സ്വതന്ത്രനായ ആൾക്കാരെയാണ് പിടിച്ചു വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞ ഇവരുടെ ഉടായ്പം മാറി. ഇതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ബുഖാരി 2227, ഒരു സ്വതന്ത്രനായ വ്യക്തിയെ പിടിച്ച് നിങ്ങൾ അടിമയാക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞത്. അപ്പം ആ അടിമത്വം തീർന്നു. ഇതായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അടിമത്വം എന്ന് പറഞ്ഞാൽ ചുമ്മാ പോകുന്ന ആൾക്കാരെ കയ്യൂക്കൊള്ളവൻ ബലഹീനനായ പിടിച്ച് ആളിനെ പിടിച്ചിട്ട് അടിമയാക്കും. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരനെ റേഷ്യൻ്റെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കയിൽ പോയിട്ട് കറുത്ത വർഗ്ഗക്കാർ അവർക്ക് പ്രതിരോധിക്കാനില്ലാത്ത ടെക്നോളജി ഇല്ലാത്ത ആൾക്കാരെ പോയി അടിച്ച് ചെയിനൊക്കെ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, കയ്യിലൊക്കെ ചെയിനിട്ട് തലയിലെല്ലാം ചങ്ങലയിട്ട് കൊണ്ടുപോയിട്ട് അവനെ അടിച്ച് പീഡിപ്പിച്ച് അവനെ ജോലി എടുപ്പിച്ച് ചണ്ടിയാക്കി അവസാനം ചത്തു പോകുന്നവരെയും അവനെ കൊള്ളാതാവുന്നവരെയും ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് അടിമത്വം. ഇത് ഇസ്ലാമിലില്ല, ഇത് നിരോധിച്ചു, ഹറാമാക്കി. ഇസ്ലാം ഒന്നും അടിമത്വം നിരോധിച്ചിട്ടില്ല എന്ന് ആദ്യത്തെ ഈ ക്ലിപ്പിൻ്റെ ഫസ്റ്റ് വാക്ക് തന്നെ പറയുന്നത് നിരോധിച്ചിട്ടില്ല എന്നാണ്. അതിനുവേണ്ടി മാത്രം ആ ഒരു വാക്കിനാണ് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അടിമത്വം ഇല്ലാതാക്കി. അങ്ങനെ സ്വതന്ത്രനായ, അതാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്രനായ ആൾക്കാരെ പിടിച്ച് അടിമത്വമാക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡായിട്ട് തന്നെ നടന്നത്. ബലഹീനനായ ആൾക്കാരെ പിടിച്ച് കപ്പലിൽ കയറ്റി കൊണ്ടുപോയി അവരുടെ നാട്ടിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ പിടിച്ച് അവരെ അടിമയാക്കി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഒരു പൈസയും കൊടുക്കാതെ ആഹാരം കൊടുക്കാതെ വെറും മൃഗത്തിന് കൊടുക്കുന്ന പരിഗണന പോലും ചെയ്യാതെ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഇസ്ലാം ഹറാമാക്കി. എന്തൊക്കെ ഹറാമാക്കിയെന്ന് ചോദിച്ചാൽ ലിസ്റ്റ് കൂട്ടിക്കോ. ഇനി അടുത്തത് വേറെ ഇസ്ലാം ഹറാമാക്കിയത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്, മനുഷ്യക്കടത്ത്. കടത്തിക്കൊണ്ടുപോകും മനുഷ്യരെ, പെട്ടെന്ന് പോകുന്ന ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടിമ റാക്കറ്റിന് വിൽക്കും, അവർ കൊണ്ടുപോയിട്ട് മറ്റേ കൈമാറി അവിടെ യജമാന്മാർക്ക് കൊടുക്കും. ഇത് പറ്റത്തില്ല ഇസ്ലാമിൽ. ഇത് ഇസ്ലാം ഇല്ലാതാക്കി, ഹറാമാക്കി. ഈ അടിമത്തം ഇസ്ലാം ഹറാമാക്കി. പിന്നെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ദാരിദ്ര്യം മൂലം അവർക്കൊന്നും പൈസ ഇല്ലാതെ ചിലർ കുട്ടികളെ തന്നെ വിൽക്കും. അവർ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുട്ടിയെ നിങ്ങൾ എടുത്തിട്ട് കുറച്ച് പൈസ തരുമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. ഇത് ഇസ്ലാം ഹറാമാക്കി. ഇസ്ലാം ഹറാമാക്കിയ അടിമത്വമാണ് ഈ പറയുന്നത്. ഈ അടിമത്വം അല്ല ലിയാഖത്തിൽ ചുമ്മാ ഇരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആയിക്കോ, ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നത് ഇസ്ലാം ഒന്നും ഒരു അടിമത്വം ഹറാമാക്കിയിട്ടില്ല എന്ന് വെറുതെ പറഞ്ഞു പോകാനും കുറേ പേര് താഴെ നിന്ന് കൈയടിക്കാനും ഇരുന്നാൽ മതി. ഇതെല്ലാം ചിന്തിക്കണ്ടേ, അപ്പുറത്തുനിന്ന് ആൻസർ പറയുന്നത് കൊണ്ട് നിങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൾക്കാരെ കടത്തിക്കൊണ്ടുപോയി അടിമയാക്കുക, ഇത് ഇസ്ലാം ഇല്ലാതാക്കി. അതുപോലെ തന്നെ മോഡേൺ സ്ലേവറിയിലെ ഒരു ഭാഗമാണ് ആൾക്കാരെ കടം കൊടുത്ത് അവരടിമയാക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, അംബാനി പോലുള്ള ആൾക്കാർ ഈ ഇത്രയും ചീപ്പായിട്ട് അവിടെ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന കാര്യം എന്താ വെച്ചാൽ, കൃഷിക്കാരെ കണ്ടിട്ട് അപ്പോൾ എക്സാമ്പിൾ 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷം കൊടുത്തിട്ട് ഇന്ന് 5 വർഷത്തേക്ക് നിങ്ങൾക്ക് വെണ്ടയ്ക്ക എനിക്ക് 5 രൂപയ്ക്ക് തരണം, വഴുതനങ്ങ എനിക്ക് 7 രൂപയ്ക്ക് തരണം എന്നും പറഞ്ഞ് അവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കും. കൊടുത്തിട്ട് അവന് അതിൻ്റെ പലിശയും കൂടെ കൂട്ടും. പലിശയും കൂട്ടിയിട്ട് ശരിക്കും മാർക്കറ്റ് 40 രൂപ 50 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമായിരിക്കും. ഇവൻ 5 വർഷത്തേക്ക് അവൻ 5 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 7 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാറും, മഴ പെയ്യത്തില്ല, വിളവ് നഷ്ടം വരും, അല്ലെങ്കിൽ ചില മറ്റ് കൃമികൾ കയറും, അങ്ങനെ നഷ്ടപ്പെടും. അതൊന്നും അവർക്ക് അറിയണ്ട. അതെല്ലാം അവർക്ക് പൈസയായിട്ട് കൂട്ടിയിട്ട് അവരെ നിന്ന് പൈസ ഈടാക്കുക, അവരെ പറ്റിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇതാണ് കടം കൊടുത്ത് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അടിമത്തം. അവസാനം അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ കാലാകാലത്തിന് അവർ ആ ഭൂമി അതിനകത്ത് വിളയുന്നതെല്ലാം ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഇതൊരു അടിമത്തമാണ്. ഇത് ഇസ്ലാം ആ വ്യാപാരം കച്ചവടം തന്നെ ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, നേരത്തെ ചെയ്യാൻ പാടില്ല. എത്ര കിലോ തൂക്കിയെടുത്ത് ഈ കിലോയ്ക്ക് എത്ര രൂപ, ഇങ്ങനെ വേണം ഇസ്ലാമിൽ വിൽക്കാനായിട്ട്. കച്ചവടം, ഈ മാവിൽ ഇത്ര മാങ്ങ വരും, നിങ്ങൾ 5000 രൂപയ്ക്ക് മാവ് എടുത്തോ, മാവ് പൂക്കുമ്പോഴേ വന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. ഇത് ഇസ്ലാമിൽ പറ്റത്തില്ല. മാങ്ങ പറിച്ച് തൂക്കി വെച്ചിട്ട് 1 കിലോയ്ക്ക് എത്ര എന്ന് പറഞ്ഞ് വിൽക്കണം. ഒരു കുളത്തിൽ മീനുണ്ട്, ഈ 6 മാസം കഴിയുമ്പോൾ എത്ര മീനുണ്ടാവുന്നോ ഈ മീൻ കിലോയ്ക്ക് എത്ര എന്ന് പറഞ്ഞ് നേരത്തെ ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് കുറവും വരാം, കൂടുതലും വരാം. കുഴവ് വന്നാലും കൂടുതൽ വന്നാലും ഏതെങ്കിലും ഒരു പാർട്ടിനകത്ത് എഫക്റ്റ് ആവും. അത് പറ്റത്തില്ല. മീൻ വലുതായതിനു ശേഷം എടുത്ത് വെച്ച് വെളിയിട്ട് തൂക്കി വിൽക്കണം, ഇതായിരിക്കണം. അപ്പോൾ ഈ ചെയ്യുന്ന മോഡേൺ സ്ലേവറിയിൽ ചെയ്യുന്നത് അതൊരു സ്ലേവറി ആക്കി എടുക്കുന്നില്ല അവർ. ഇസ്ലാമിൻ്റെ നിയമം പാലിക്കാത്തതുകൊണ്ടല്ലേ എത്ര കർഷകർ ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അവർക്ക് കടം കൊണ്ട് പുറത്തി മുട്ടിയിട്ട് പൈസ കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെയുള്ള കുത്തക മുതലാളിമാരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നവർക്ക്. ഇതിനെല്ലാം ഹറാമാക്കിയതാണ് ഇസ്ലാം.
അപ്പോൾ നിങ്ങൾ ഇന്നും ഹറാമാക്കാത്തത് ഇസ്ലാം എന്നോ ഹറാമാക്കി, എന്നിട്ട് ഇസ്ലാം അടിമത്തെ ഹറാമാക്കിയില്ല എന്നുള്ളത്. വെറുതെ അടിമ എന്നുള്ള വാക്ക് വെച്ചിട്ട് കളിക്കരുത്. എങ്ങനെയെല്ലാം ഒരു മനുഷ്യൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു, അവരെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അവരൊക്കെ തെറ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു, സിസ്റ്റം എങ്ങനെ ലോകം അവരെ യൂസ് ചെയ്യുന്നു, ഇതെല്ലാം ഇസ്ലാം മുൻകൂട്ടി കണ്ട് അവരെ ഇല്ലാതാക്കി, ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മനുഷ്യൻ്റെ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇസ്ലാം റൂൾ പറഞ്ഞിട്ടുണ്ട്, അത് എഫക്റ്റ് ആവാത്ത രീതിയിൽ. അതിലൊന്നാണ് ഈ ഊഹ കച്ചവടം എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഇന്ന് പലരെ അടിമയാക്കിയിരിക്കുന്നത്. ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തെല്ലാം രീതിയിലുണ്ടോ ആ ടൈപ്പിലുള്ള എല്ലാ അടിമത്വം ഇസ്ലാം ഹറാമാക്കി. യുദ്ധബന്ദികൾ എന്നൊരു കാറ്റഗറി ഒഴിച്ച് അതിനെ പോലും അടിമ എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം യുദ്ധബന്ദികളെന്ന് നമ്മൾ ഇന്ന് ആരെങ്കിലും അടിമ എന്ന് പറയുമോ? ഇല്ല. യുദ്ധബന്ദി എന്നാണ് പറയുന്നത്. ഇസ്ലാം അവരെ പറഞ്ഞത് വലങ്കൈ ഉടമപ്പെടുത്തിയവർ. ആ പേര് തന്നെ മാറ്റിയവരുടെ. അവർക്ക് അങ്ങനെ ഒരു അടിമത്വം എന്നൊരു പേരുണ്ടായിരുന്നു. യുദ്ധത്തിൽ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടിമയെന്ന് പേരുണ്ടായിരുന്നു. വെച്ചാൽ അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന അടിമയെ പോലെയാണ്. അന്ന് അടിമ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, അവന് ഭക്ഷണമില്ല, വീടില്ല, കഷ്ടപ്പെടണം, മനുഷ്യനായിട്ട് കരുതപ്പെടുത്തില്ല. അതൊന്നും അങ്ങനെയല്ല. അവർ മനുഷ്യരാണ്. അവർ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാരാണ്. അള്ളാഹു ഒരു സിസ്റ്റത്തിൻ്റെ പേരിൽ ഒരു റൂള് നടന്നു കഴിഞ്ഞാൽ, യുദ്ധം നടന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരെ ബന്ദികളാക്കി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ആ ഹദീസ് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഒരു സിസ്റ്റത്തെ ഇസ്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതെങ്ങനെ അടിമയാവും? അടിമയിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ബന്ദി ഇന്നുണ്ട്, ഇത് ബന്ദികളായിരുന്നു. ഇന്നും ഇത് ബന്ദിയില്ല. പിടിച്ച് നിങ്ങൾ ജയിലിലാക്കുന്നു. ഇത് ഒരാളിൻ്റെ കൊടുക്കുന്നു. ഇത് വ്യത്യാസം അതാണ്. അന്നത്തെ കാലത്ത് ജയിലിൽ പിടിച്ച് നിർത്താനായിട്ട് അവർക്ക് അത്രയുള്ള എക്കണോമിക് പൈസ അങ്ങനെയൊന്നും ഇല്ല ഒരു രാഷ്ട്രത്തിനും. ഇന്ന് നമുക്കും പറ്റത്തില്ല. എത്ര യുദ്ധബന്ധികൾ യുദ്ധത്തിൽ പിടിച്ച് ഇവിടെ ബന്ദികളാക്കി നിങ്ങൾ ജയിലിലാക്കും? ജയിൽ അടിമത്തം, ഇത് രണ്ടും വ്യത്യാസം അതാണല്ലോ. ഇന്ന് പിടിച്ച് ജയിലിടുന്നു, അന്ന് ജയിലിടാതെ ഒരാളിനെ ഏൽപ്പിച്ചു, ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹത്തെ ജോലി ചെയ്തോ. അദ്ദേഹം വേറെ എവിടെയും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളാണ്. പക്ഷേ കറക്റ്റായിട്ട് ചോറ് കൊടുക്കണം, ഡ്രസ്സ് കൊടുക്കണം, ബുദ്ധിമുട്ടിക്കരുത്, അടിക്കരുത്, അവരെ കുറിച്ച് മോശം പോലും പറയരുത്, ഇല്ലാത്തത് പോലും പറയരുത്. ഇങ്ങനെ എല്ലാം ആക്കിയ ഒരു സിസ്റ്റം ആക്കി. ഇതിനകത്ത് ഏതാ കറക്റ്റ്? ജയിലിൽ നിങ്ങൾ 100 പേരെ 300 പേരെ ഇവിടെ ആക്കാൻ പറ്റും. മൊത്തത്തിൽ വലിയൊരു യുദ്ധത്തിൽ കുറേ ബന്ദികളെ പിടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പൂട്ടിയിട്ട് അവരെ ജയിലിലിട്ട് അവരെ നോക്കും? നമ്മുടെ ടാക്സിൽ എത്ര പൈസ കൊടുക്കും അവർക്ക്? ആ ബന്ദികൾക്ക് കറക്റ്റായിട്ട് 3 നേരം ആഹാരവും സോപ്പും കുളിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം കൊടുക്കാനായിട്ട് നമ്മുടെ ടാക്സ് ചെയ്ത് അതിന് തന്നെ എത്ര ബഡ്ജറ്റിന് എത്ര പെർസെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കും? ഇതെല്ലാം ഇസ്ലാം കറക്റ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇത് നടക്കുന്ന കാര്യമല്ല. ഇത് ആധുനിക കാലത്ത് പോലും നടക്കത്തില്ല. ഇത് ഭീമമായ ഒരു സാമ്പത്തിക ഭാരം ആ ഗവൺമെൻറ് പുറത്ത് വരും കുറേ പേരെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് എന്താവും? പൈസ ഇല്ലാത്തപ്പോൾ അവരെ നോക്കത്തില്ല, അവർ കഷ്ടപ്പെടും ജയിലിൽ കിടന്നിട്ട്. നിങ്ങൾ ജയിൽ ചരിത്രമൊക്കെ എടുത്ത് നോക്കുക. അവർക്ക് കക്കൂസി പോകാൻ പറ്റാതെ, കഴുകാൻ വെള്ളമില്ലാതെ, അവരുടെ ദേഹം മൊത്തം അവരുടെ അമേദ്യം തന്നെ അവർ പുറത്തായി. ഫോട്ടോസൊക്കെ കിട്ടും യൂട്യൂബിൽ. അങ്ങനെ വരുന്ന ജയിൽ സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സിസ്റ്റങ്ങളും എല്ലും തോലും വലിയ വില്ലാളി വീരന്മാരുടെ പടയാളികളായിട്ട് പോയ ആൾക്കാർ പിടിച്ചു വെച്ച് അവസാനം റിലീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എല്ലും തോലുമായി അവൻ്റെ ദേഹം കംപ്ലീറ്റ് അഴുക്കായി. അങ്ങനെ മൃഗമാണ്, മനുഷ്യമാണ്, മൃഗത്തെ കാട്ടി താഴ്ന്ന നിലയിൽ ജയിൽ വിട്ട് പുറത്ത് വരുന്നതൊക്കെ നിങ്ങൾ ഫോട്ടോസ് കാണാം. ഇവിടെ എല്ലാം ഇസ്ലാം ശ്രദ്ധ പതിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു ഗവൺമെൻറ് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ജയിലിലിടാതെ, ജയിൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളിനെ ഏൽപ്പിച്ചു. അതിനാണ് നിങ്ങളിപ്പോൾ അടിമ എന്ന് പറയുന്നത്. യുദ്ധബന്ധിയെ വേറെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താണ് നിങ്ങൾ അടിമ എന്ന് പറയുന്നത്. അവർ ജയിലിലിട്ടിട്ട് അവർക്ക് ആഹാരം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ കിടന്ന് കഷ്ടപ്പെടുത്തി ചെയ്താൽ അത് യുദ്ധബന്ധി നിങ്ങൾ പറയും. അതേസമയം ഇസ്ലാം അവർക്ക് യാതൊരുവിധ കോട്ടവും തട്ടാതെ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒന്നും കോട്ടം തട്ടാതെ അവരെ നല്ല രീതിയിൽ നോക്കിയപ്പോഴത്തേക്ക് അടിമത്വമായത് ഇസ്ലാം തുറന്നു വെച്ചു, അടിമത്വം ഹലാലാക്കി. ഇതെങ്ങനെ അടിമത്വം ഹലാലാവത്? ഞാൻ ആ ഹദീസും കൂടെ വായിക്കാം. എങ്ങനെയാണ്? ബുഖാരിയിലെ 6050 ആ ഹദീസിലാണ്. ഒരു ജനീവ കൺവെൻഷനും ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല. ഇത് ഇനി ഒരു കാലത്താരും എഴുതാൻ പോകുന്നില്ല. ആ കണ്ടീഷനാണ് ഈ യുദ്ധബന്ധികൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് പറയുന്നു, നിങ്ങളുടെ ഈ ബന്ദികൾ, നിങ്ങളെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാരാണ്. ഇത് ഏത് ജനീവ കൺവെൻഷനിലും സഹോദരന്മാർ പറയുമ്പോൾ തന്നെ ആ സ്ലേവ് എന്നുള്ള പേര് മാറ്റുമ്പോൾ തന്നെ അടിമയായിട്ട് കാണേണ്ട ആ മനോസ്ഥിതിയൊക്കെ മാറും. അടിമയത്ത് കാണത്തില്ല, നിങ്ങൾ സഹോദരനാണ്. അള്ളാഹു നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതൊരു സിസ്റ്റമാണ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ പിടിച്ച് വെക്കുക, തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് വരും. അത് ആത്മഹത്യാപരമായിരിക്കും എല്ലാവരും. അപ്പോൾ അവർക്കറിയാം ഇസ്ലാം രാജ്യം ഇവർ ബന്ദികളെ പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹറാമാണത്, പിടിച്ച് ബന്ദികളാക്കാൻ പാടില്ല, അതുകൊണ്ട് തിരിച്ചു വിടും. തിരിച്ച് നമുക്ക് പോയി യുദ്ധം ചെയ്യുന്ന പോലെ ഉള്ള രാജ്യങ്ങളെല്ലാം കയറി ഒന്ന് അറ്റാക്ക് ചെയ്യും. ഇത് ഈ ബുദ്ധിയാന്ന് ആരെങ്കിലും പറയും. ഇത് പ്രവാചകൻ ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ അടിമത്തൊന്നും പിടിച്ച് വെക്കാൻ പാടില്ല, ബന്ദികളൊന്നും വിടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, എല്ലാവരും തിരിച്ചു വിടുമെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളത് പരിഹസിക്കുമായിരുന്നു. ഒരു പുണ്ണാക്കം അറിയാത്ത ആളാണെന്ന് പറഞ്ഞാൽ എങ്ങനെ രാഷ്ട്രം കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, നിങ്ങൾ തന്നെ വിമർശിച്ചാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രം എന്ത് ചെയ്യുന്നു ആ സ്ഥലത്ത് ആ സിസ്റ്റത്തിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിയമങ്ങൾ ചെയ്യണം. അതാണ് പ്രവാചകൻ ചെയ്ത് വെച്ചത്. ഒരു ഇത് നോക്കാതെ അവർ അടിമത്വം എന്നുള്ള പേര് അറിയാതെ അതിനകത്ത് വീണ്. അടിമത്വം പോലും ഇല്ല, നമ്മൾ പേര് പോലും അത് പറയുന്നില്ല ഇസ്ലാം. നിങ്ങളായിട്ടൊരു അടിമത്വം എന്നുള്ള പേര് ചാർത്തി കൊടുത്തിട്ട് അതിനെ ഇരുന്ന് വിമർശിക്കുകയാണ്. വക്കീൽ മനുഷ്യനായിട്ട് ഇത് ചെയ്യുന്നത് അടിമത്വമേ അല്ല. അത് യുദ്ധബന്ദികളാണ് അവർ. ബാക്കി ഞാൻ പറഞ്ഞ ഇത്ര ലിസ്റ്റ് ചെയ്ത് അടിമത്വം അന്നുണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതാക്കി. ഇന്നും ഉണ്ട് ആധുനികമായ അടിമത്വത്തിലും ഈ ടൈപ്പിൽ പല ഫോമിൽ ഇത് നടക്കുന്നുണ്ട്. ഇതുണ്ട് പല സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ട്. അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എല്ലാം ഉണ്ട്. ഇതെല്ലാം പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു, ഹറാമാക്കി. ഓപ്പണായിട്ട് ഞങ്ങൾ പറയുന്നത് ഇസ്ലാം അടിമത്വത്തെ ഹറാമാക്കി. യുദ്ധബന്ദികൾ ഒഴിച്ച്, യുദ്ധബന്ദികൾ അടിമ നിങ്ങൾ പറയരുത്. യുദ്ധബന്ദികൾ ഒരാളുടെ കയ്യിൽ കൊടുത്തു,
അത്രയുള്ള അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അവരെ നല്ലപോലെ നോക്കണം. ഈ ബിഹാരിയിൽ 6050 സഹോദരന്മാരാണ്, അവർ നല്ല രീതിയിൽ കാണുക. നിങ്ങൾ കഴിക്കുന്ന ആഹാരം അവർക്ക് കൊടുക്കുക. ജനീവ കൺവെൻഷനിലുണ്ടോ ഇത്? എത്ര കൊടുക്കണമെന്നുണ്ട് അവർ? അവരുടെ ആരോഗ്യം പോകാത്ത രീതിയിൽ കൊടുക്കണമെന്നുള്ളത്. ഇത് വലിയ പണക്കാരനാണ് ഒരു അടിമ കിട്ടുന്നെങ്കിൽ അവൻ കഴിക്കുന്ന ആഹാരം അയാൾക്ക് കിട്ടും. അപ്പോൾ ആർക്കാരും ഏതാ അതിനകത്ത് പുരോഗമനമായി ചിന്തിച്ചിരിക്കുന്നത്? നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം നിങ്ങൾ ഉടുക്കുക. ഇത് പറച്ചിൽ മാത്രമല്ല, ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ജനീവ കൺവെൻഷൻ ടോയ്ലറ്റ് പേപ്പറിന് യൂസ് പോലും ഇല്ല. അതിനകത്ത് എടുത്തു വെച്ച കാര്യങ്ങളും പാലസ്തീനിൽ നടക്കുന്ന കാര്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാനും ഹോസ്പിറ്റലിൽ അടിച്ച് തകർക്കാനും സ്കൂളുകൾ ഇടിച്ച് തകർക്കാനും 10-50,000 കുട്ടികളെയും സ്ത്രീകളെയും കൊന്നു. ഏത് ജനിമ വന്ന്, ഏത് കൺവെൻഷൻ വന്ന്? ആ കൺവെൻഷൻ എഴുതി വെച്ചിരുന്ന പേപ്പറിന്, ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ടോയ്ലറ്റ് പേപ്പറിന് അതിൻ്റെതായ യൂസ് ഉണ്ട്, ഈ പേപ്പറിന് വല്ല യൂസ് ഉണ്ടോ? ഇത് പ്രാക്ടിക്കലായിട്ടാണ് ഇസ്ലാം കാണിച്ചിരിക്കുന്നത്, ചെയ്ത് കാണിച്ചു. ഈ ഹദീസിൻ്റെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു യജമാനും അടിമയും ഒരേപോലെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വേറെ സാഹിബ് ചോദിക്കും, ഇതെന്താണ് നിങ്ങൾ രണ്ടുപേരും അടിമയല്ല യുദ്ധബന്ധി, ഇത് രണ്ടുപേരും ഒരേ ഡ്രസ്സ് ഇട്ടേക്കുന്നത് നമ്മളത് ഈ ഹദീസ് കോട്ടി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരേപോലെ നോക്കണം. അതുപോലെ അവർക്ക് ഭാരിച്ച ജോലി കൊടുക്കരുത്. അഥവാ ഭാരിച്ച ജോലി കൊടുത്താൽ നിങ്ങളും കൂടെ നിന്ന് സഹായിക്കുക. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്ത് വേണം? ഏത് ജനീവയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഒരു പുണ്ണാക്കും ഇല്ലാതെ ഗോണ്ടിനാമ ജയിലിൽ നടന്ന എന്താണ്? അബു ഗരീബ് ജയിലിൽ നടന്നത് ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ട ജയിലാണ്. അതിന് മുമ്പുള്ള കാര്യം വിട്. ജനീവ കൺവെൻഷന് ശേഷം നടന്ന ഫേമസ് ഇൻസിഡൻസ് ആണ് 2 അതല്ലാതെ ഓരോരോ ജയിലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നോക്ക്. ഒരു ജനീവയും വന്നിട്ടില്ല, ഒരു കൺവെൻഷനും വന്നിട്ടില്ല, ഇവരെ രക്ഷയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പഴയ പോലെ തന്നെ നടക്കുന്നത്. പട്ടിയെ പോലെ കഴുത്തിലിട്ട് ചെയിനിട്ട് മനുഷ്യനെ നടത്തിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ല. അതിനകത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തത് എന്തെല്ലാം അതിനകത്ത് നടക്കും. ഇസ്ലാമിൽ നിങ്ങൾ ഒരെണ്ണം കാണരുത്, ഒരു അടിമ എങ്ങനെ ചെയ്തെന്നുള്ളതിന്. ചെയ്ത ഉടനെ ആക്ഷനാണ്. അപ്പം ഒരു അടിമയെ ഒരു അബു മസൂദ് എന്ന് പറഞ്ഞ ഒരു സഹാബി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുകൊണ്ട് പ്രവാചകൻ ബാക്കിന്ന് കണ്ടു, പറഞ്ഞു, അബു മസൂദെ ശ്രദ്ധിക്കുക, നിനക്ക് ഈ അടിമയുടെ മുകളിലുള്ള അധികാരം, ഇന്നത്തെ നിയന്ത്രണം, അതിനെക്കാട്ടി കൂടുതലാണ് അള്ളാഹുവിൻ്റെ നിൻ്റെ പുറത്തുള്ള നിയന്ത്രണം. ഇപ്പം നിൻ്റെ കയ്യിൽ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അടിക്കുന്നു. അള്ളാഹുവിൻ്റെ കൺട്രോൾ നിൻ്റെ പുറത്ത് ഇതിൽ എത്രയോ മടങ്ങ് കൂടുതലാണ് കൺട്രോൾ. അപ്പോൾ ശ്രദ്ധിച്ചോ, നിനക്കിത് ഉത്തരം പറയേണ്ടി വരും. ഇതിനപ്പുറം നീ അടിക്കപ്പെടും, നീ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ ആ വിശ്വാസമുള്ളതുകൊണ്ട് അടിക്കത്തില്ല. അത് അടിച്ചു കഴിഞ്ഞാൽ മോചിപ്പിക്കണമെന്നുണ്ട് അടിമയെ. മുസ്ലിം 1657 ഹദീസിലകത്ത് കാണുക, ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം അവനെ മോചിപ്പിക്കണം. ഒരാളും കൈവയ്ക്കത്തില്ല. അതാണോ ജയിലിൽ നിങ്ങൾ പറയുന്ന സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ലോകത്ത് നടക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ? എന്തോ നിങ്ങൾ പറയുന്ന അടിമത്തം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ഇത്ര ഉമ്മാക്കി കാണിക്കുന്നത്? ഞാൻ ഇസ്ലാമിൻ്റെ അഹങ്കാരം കുറയ്ക്കാനാണ്. മനസ്സിൽ അങ്ങേയറ്റ അഹങ്കാരം കയറിയ ആൾക്ക് മാത്രമേ ഇങ്ങനെ കണ്ണടച്ച് കള്ളം പറയാൻ പറ്റത്തുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇത് നടത്തി. എന്തുകൊണ്ടും യുദ്ധബന്ദികൾ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഇസ്ലാമിനുള്ളൂ. അത് അനിവാര്യമാണ്. ഇത് ഇന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾ യുദ്ധബന്ദികൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കാട്ടി 1000 മടങ്ങ് കൂടുതൽ ട്രീറ്റ്മെൻറ്റാണ് ഇസ്ലാം കൊടുത്തിരിക്കുന്നത്, അന്നും ഇന്നും. ഇത്രയാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്. ഇനി ചില വ്യത്യാസങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പം ഒരു യുദ്ധബന്ദി ഇന്നത്തെ കാലത്ത് പിടിച്ച് ജയിലിലായി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ ഇതായിരിക്കും, സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായിരിക്കും ആ യുദ്ധബന്ദി ഉള്ളത്. അയാളെ വെച്ച് ജോലി എടുപ്പിക്കാൻ പറ്റും. ആ പൈസ ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. അയാൾക്ക് വേണേൽ കോൺട്രാക്റ്റിൽ വേറൊരാൾക്ക് കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ പൈസയും ഗവൺമെൻറ്റിനാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റാണ് ജയിൽ കെട്ടി അതിനുള്ള ഫെസിലിറ്റി എല്ലാം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, എല്ലാം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല, അത് സിസ്റ്റം ഇല്ല. ഈ ഗവൺമെൻറ് നോക്കുന്ന സിസ്റ്റം ഇല്ല. ഈ ആൾ തന്നെയാണ് എൻ്റെ കസ്റ്റോഡിയൻ. ആർക്കാണ് യുദ്ധബന്ധിയെ കൊടുക്കുന്നത്, അയാൾ വേണം ഇതിന് ആഹാരം കൊടുക്കാൻ, അയാൾ വേണം വസ്ത്രം കൊടുക്കാൻ. അപ്പം ആ ചെയ്യുന്ന പൈസയും ആർക്കാണ്? ആ ജോലിയുടെ ഫലം കിട്ടുന്നത് ഈ ഓണറിനാണ്. പിന്നെ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് അന്നത്തെ പടയാളികൾക്ക്, യോദ്ധാക്കൾക്ക് ശമ്പളമില്ലായിരുന്നു. ഇന്ന് ആർമിയിലുള്ള എല്ലാവർക്കും ഗവൺമെൻറ് നിശ്ചിത ശമ്പളം, യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ശമ്പളവും ആഹാരവും മിലിറ്ററി റമ്മും എല്ലാം അവർക്ക് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്ന് അതില്ലായിരുന്നു, ശമ്പള സിസ്റ്റം ഇല്ല. ഓരോരുത്തരും അവരവരുടെ യുദ്ധ സാമഗ്രികളും യുദ്ധത്തിന് യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ, ഒട്ടകം, കുതിര, അങ്ങനെയുള്ള വാള്, പരിചയം എന്തെല്ലാം ഉണ്ട് അതെല്ലാം അവർ സ്വന്തം ചിലവിൽ എടുത്ത് വെച്ചോളണം, റെഡിയാക്കി വെച്ചോളണം. യുദ്ധം വരുമ്പോഴത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ റെഡിയായിട്ട് പോകണം. ഒരു സിറ്റിസൺ എന്ന നിലയിൽ രാഷ്ട്രത്തിനെതിരെ ആക്രമണം നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റെഡിയായിട്ട് വന്നോളണം എന്ന് പറഞ്ഞാൽ അവർ റെഡിയായിട്ട് ഏത് സമയത്തും യുദ്ധത്തിന് റെഡിയായി പോകണം. അപ്പോൾ ശമ്പളം എന്ന് പറയുന്നത് ആ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന, അവർ ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വിട്ടിട്ട് പോകുമല്ലോ, അവിടുത്തെ ആ വാളും അവിടുത്തെ കുതിരയും ഒട്ടകവും അവിടുത്തെ ബന്ദികളും, അതാണ് ശമ്പളം. അത് ഇവർക്ക് വീതിച്ചു കൊടുക്കും. ഇവർ ആരാണ് ഈ പടയാളികളുടെ ഇടയിൽ വീതിച്ചു കൊടുക്കും. അങ്ങനെ ഉള്ളതുകൊണ്ടെന്താ ആ സിസ്റ്റത്തിൽ ആ മനുഷ്യൻ്റെ വാല്യൂ ഉണ്ട്, ഒരു വിലയുണ്ട്. അതിന് അന്നത്തെ സിസ്റ്റം അനുസരിച്ച് എന്താണോ വാല്യൂ, ഇപ്പോൾ ചിലപ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാണെങ്കിൽ അയാൾക്ക് വാല്യൂ കൂടുതലായിരിക്കും, ഇച്ചിരി ആരോഗ്യം കുറഞ്ഞ ബന്ധിയാണെങ്കിൽ അയാൾക്ക് വാല്യൂ കുറവായിരിക്കും. അങ്ങനെ ഒരു വാല്യൂ ഇട്ടിരുന്നത്. ഇതാണ് റിയാഖത്ത് അലി എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തിയെന്ന് പറയാൻ കാരണം. ഒരു കാരണം ഇതാണ്, അവിടെ ഒരു അന്നത്തെ ബന്ദികൾക്ക് ഇൻഡിവിജ്വൽ കയ്യിൽ കൊടുത്തു, അതും ശമ്പളമായിട്ട് കൊടുത്തതുകൊണ്ട് അവർക്കൊരു വാല്യൂ ഉണ്ട്. അതിനെ കൈമാറ്റം ചെയ്യാമായിരുന്നു. ഒരു അടിമ അങ്ങോട്ട് കൊടുത്ത് ഈ ബന്ദി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അതിനുള്ള വാല്യൂ അനുസരിച്ച് പൈസയ്ക്ക് ക്രയവിക്രയം ചെയ്യാം. ഇതും പറയുന്നുണ്ട് റിയാഖത്ത് അലി ഈ ക്ലബ്ബിൽ. ക്രയവിക്രയം ചെയ്തു.
അത് ആ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ്, സ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല. ഒരാൾക്ക് ശമ്പളമായിട്ട് കൊടുത്ത ആണ്. എങ്ങനെയാണോ ഒട്ടകത്തെ കൊടുത്തത്, എങ്ങനെയാണോ കുതിരയെ കൊടുത്തത്, അതിനകത്ത് അയാൾക്കുള്ള റൈറ്റ് പോലെയാണ് ഈ യുദ്ധബന്ധിയും. അന്നത്തെ സിസ്റ്റത്തിൽ ഓൾറെഡി അടിമ സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ. അല്ലാതെ തന്നെ പിടിക്കപ്പെടുന്ന അടിമകളും പല സ്ഥലത്തു നിന്നൊക്കെ സിസ്റ്റം ഉള്ളതുകൊണ്ട്, ആ രാജ്യത്ത് നിലനിന്നുകൊണ്ട് ആ അടിമത്വം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം ആ അടിമത്വം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ വാല്യൂ ആര് കൊടുക്കും? അയാൾ പൈസയ്ക്ക് വാങ്ങിച്ച ഇതാണ് ഒരു കുതിരയോ ഒട്ടകമാണെന്ന് വിചാരിച്ചോ. അത് ഇന്നത്തെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡീസൽ കാർ, എല്ലാവരുടെ വീട്ടിലും ഡീസൽ കാറുണ്ട്. ഗവൺമെൻറ് പറയാൻ ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾ ഡീസൽ കാർ ഇന്നുപോലെ ബാൻ ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അങ്ങനെ പറയാൻ ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം. അല്ലെങ്കിൽ ഈ ഡീസൽ കാറിനുള്ള പൈസ ഗവൺമെൻറ് എല്ലാവർക്കും കൊടുക്കണം. അല്ലെങ്കിൽ ഫേസ്ഡ് മാനറായിട്ട് ചെയ്യണം. ഇന്ന ദിവസം കൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ദിവസം കഴിയുമ്പോൾ ഇലക്ട്രിക് കാർ വരും, അല്ലെങ്കിൽ ഞാൻ ഇൻസെൻറ്റീവ് തരാം, നിങ്ങൾ ഇത് വിട്ടിട്ട് ഇലക്ട്രിക് കാർ വാങ്ങിക്കൂ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് ആ ജനങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യുക. അതേ സിസ്റ്റമാണത്. ഡീസൽ കാറിൻ്റെ ഇന്ന് അതേ സിസ്റ്റമായിരുന്നു അന്നത്തെ യുദ്ധബന്ധികൾ, അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരെ ചിലവർ അടിമകളായിട്ട് വെച്ചിരുന്നത്. ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാം നിന്നുപോയെന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസ കൊടുക്കാൻ ഗവൺമെൻറ്റേ കാണണം. അതിന് വേറെ വഴികൾ വെച്ചു. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ഇല്ലാതാക്കിയത്. ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുത്തതുപോലെ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഒരുപാട് സ്റ്റെപ്സ് ഇസ്ലാം എടുത്തിട്ടുണ്ട് അവനെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷേ ഈ ഔട്ട്റൈറ്റ് ബാൻ ഇന്നത്തെ രാത്രി നാളെ മുതൽ ഇപ്പോൾ 2000 രൂപ ബാൻ ചെയ്ത പോലെ ഇന്നത്തെ രാത്രിയോടെ ഡീസൽ കാർ നാളെ ഇറക്കാൻ പാടില്ല എന്ന് ഒരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കിയാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അത് തന്നെ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഔട്ട്റൈറ്റായിട്ട് ചെയ്യാതെ വേറെ രീതിയിൽ ഇവരെ ഇല്ലാതാക്കാൻ നോക്കി. അങ്ങനെ പ്രവാചകൻ്റെ അവസാന കാലത്ത് പ്രവാചകൻ ഒരടിമ പോലും ഇല്ലായിരുന്നു കയ്യിൽ. അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ വഫാത്താകുമ്പോൾ കയ്യിൽ ഒരു അടിമയില്ല. അറേബ്യയിൽ തന്നെ ഗണ്യമായി ആൾക്കാർ കുറഞ്ഞു. അതിന് വേറെ സിസ്റ്റമാണ് യൂസ് ചെയ്തത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. വെറുതെ യൂട്യൂബിന് മുമ്പിൽ നിന്ന് വായത്തോന്ന തൊള്ള പറഞ്ഞ് എന്തും പറയാൻ പറ്റും. ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, അതും പ്രവാചകനാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കുറവ് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് എല്ലാം വളരെ പെർഫെക്റ്റ്. നിങ്ങൾ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഒരുപാട് മൈനസുകളുണ്ട്. ഈ സിസ്റ്റത്തിൽ മൈനസ് പറയാൻ പറ്റില്ല. അതിനെ കാരണം പറഞ്ഞ് അതിന് വേറെ രീതിയിൽ അതിന് ടാക്കിൾ ചെയ്തു. അപ്പോൾ അതാണ് ഒരു ക്രയവിക്രയം ചെയ്തു എന്നുള്ളത്. അതിനാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ആ അടിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മാർക്കറ്റിൽ ഇത് പ്രവാചകനല്ല എൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്. അന്നത്തെ മാർക്കറ്റിൽ ഒരു വാല്യൂ വെച്ചേക്കും. അതിനൊരു ഉദാഹരണം സാറിന് ഒരു ഹദീസ് എടുത്ത് കാണിക്കും. ഒരു അടിമയ്ക്ക് വരെ 2 അടിമ കൊടുത്തു എന്നുള്ളത്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ അടിമയായിരുന്ന ഒരാൾ, വെളിയിൽ നിന്ന് ഒരാൾ, അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പ്രവാചകൻ്റെ അടുത്ത് വന്ന് മുസ്ലിം ആകുമ്പോഴത്തേക്ക് അയാൾ മുസ്ലിമായിട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ യജമാന്മാരെ തേടി വരും. എന്നിട്ട് പറയും ഈ ആൾ ഞങ്ങളുടെ അടിമയാണ്, അദ്ദേഹം ഓടി വന്നു. ഇപ്പോൾ എന്ത് ചെയ്യും? മുസ്ലിമായി പ്രവാചകൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അടിമയാണെന്ന് അറിയത്തില്ലായിരുന്നു. അറിയാതെ അദ്ദേഹത്തെ അടിമ അറിയാമെങ്കിൽ ചേർക്കത്തില്ലായിരുന്നു. നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യജമാൻ്റെ അടുത്ത് പോയി തെറ്റാണ്, അത് വരാൻ പാടില്ല, പറ്റി മോട്ടിക്കുന്നതിന് തുല്യമാണ്. വെച്ചാൽ വാല്യൂ ഉള്ള ആളാണ്. ഒരു കാർ ഓടിച്ചുകൊണ്ട് വരുന്ന കണക്കേ ഉള്ള ഒരാൾ, ഇത് സ്വന്തമായിട്ട് വാല്യൂ ഉള്ള ആൾ അയലൻ്റെ രക്ഷപ്പെട്ട് പോകുന്ന പോലെയാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരൊന്ന് ഡിമാൻഡ് ചെയ്യുന്നു ഇത് തിരിച്ചിടാന്നുള്ളത്. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഓൾറെഡി മുസ്ലിമായി പ്രവാചകൻ്റെ കൂടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇതിന് പറയാം, ഇയാൾക്ക് പറയാം ഞങ്ങൾക്ക് 2 അടിമ വേണം. വെച്ചാൽ അദ്ദേഹം വെളുത്തതായിരുന്നു, കറുത്ത അടിമ 2 പേര് കൊടുത്ത് അവർ സമ്മതിച്ചു. അങ്ങനെ ഈ അടിമയ്ക്ക് പകരം 2 അടിമ അങ്ങോട്ട് കൊടുത്തു. ഇത് അടിമയല്ല, ഫ്രീ ആക്കി തന്നെ. ഈ വന്ന ആളിനെ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ്, അറിയാതെ, ഇത് അടിമയാണെന്നറിയാതെ. അവരൊന്ന് ചോദിച്ചപ്പോൾ 2 അടിമ കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഇതാണ് നീതി ന്യായം. അപ്പോൾ ഈ 2 അടിമയെന്ന് ഫിക്സ് ചെയ്ത ആരാണ്? ആ സിസ്റ്റമാണ്. വന്നവരും പറഞ്ഞിട്ട് അവർക്കും അനുയോജ്യമായ ഒരു റേറ്റ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കണ്ടീഷൻ, ഞങ്ങൾ 2 അടിമ തന്നാലാണ് ഈ അടിമയ്ക്ക് ഈക്വൽ ആവുമെന്ന് അവർ പറയുമ്പോൾ അതിന് സമ്മതിച്ച് പ്രവാചകൻ ഈ അടിമയെ കൈ തന്നെ വെച്ചു. ഇതിനെയാണ് അവൻ്റെ പ്രവാചകൻ ക്രയവിക്രയം നടത്തി. അത് ഇതിനകത്ത് പറയുന്നത് വിക്രിയകൾ കാണിച്ചു എന്നുള്ളത്. വായി തോന്നുമ്പോൾ എന്നും പറയാമല്ലോ, വിക്രയെന്നോ ക്രയവിക്രയെന്നോ ഒക്കെ പറയാം. എല്ലാത്തിനും ഉത്തരവുണ്ട്. ഓരോ വാക്കിനാണ് പറയുന്നത്. ഒരു ക്ലിപ്പിൽ ലിയാഖത്തിൽ പറഞ്ഞാൽ ഓരോ വാക്കിനുമാണ് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആലോചിക്കുക. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. നിങ്ങളിങ്ങനെ ഊതി കിടത്താൻ പറ്റുന്നതല്ല. അഹങ്കാരങ്ങളൊന്നും അങ്ങനെയൊന്നും ഊതി കിടത്താൻ പറ്റത്തില്ല. അഹങ്കാരമായിട്ട് നിങ്ങൾ പറഞ്ഞത് അഹങ്കാരമല്ല, ഞങ്ങൾ ഉള്ളതാണ് പറയുന്നത്. അപ്പം അതാണ് ക്രയവിക്രയം ചെയ്തു. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ക്രയവിക്രയം ചെയ്താനാണ് പറയുന്നത്. അന്നത്തെ സിസ്റ്റത്തിലാണ് അവരാണ് വന്ന് ഡിമാൻഡ് ചെയ്യുന്നത് 2 പേരെ താന്നും പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ടു. അല്ലാതെ പോയി ചന്തയിൽ വാങ്ങിച്ചതല്ല ഇത്. പക്ഷേ വാല്യൂ ഉണ്ട്. അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്നു. നമുക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് നിർത്താൻ പറ്റത്തില്ല. ഇതൊരു വ്യത്യാസമുണ്ട്. ഇതാണ് ക്രയവിക്രയം. പിന്നെ എല്ലാ സാധ്യത ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റായിട്ട് അടിമയെ കിട്ടി. അതിനെ പ്രവാചകൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു രാജാവിന്, മുക്കൈക്കിസ് രാജാവിന് ലെറ്റർ അയക്കും. എല്ലാ രാജാക്കന്മാരും ലെറ്റർ അയക്കും, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത്. അതൊരു സ്വീകരിക്കാതിരിക്കും. അത് വേറെ അവരുടെ ഇഷ്ടം. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഓണർ ചെയ്യാനായിട്ട് അവർ തിരിച്ചെന്തെങ്കിലും സമ്മാനം കൊടുത്തുവിടും. ആ രാജാവ് എന്ത് ചെയ്ത് ഒരു കഴുതയും കോവർ കഴുതയും ഒരു അടിമ സ്ത്രീയും കൊടുത്തുവിടും. അത് അന്നത്തെ സിസ്റ്റമാണ്. ഗിഫ്റ്റ് പ്രസൻറ്റിൽ വരുന്നതാണ് അടിമ സ്ത്രീയും. ആ ഗിഫ്റ്റിന് നമ്മൾ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ രാജാവിനെ നമ്മൾ അധിക്ഷേപിക്കുന്നതിന് തുല്യം, അല്ലെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ എതിർക്കുന്നതിന് തുല്യമായിട്ടൊക്കെ എടുക്കും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഓക്കെ. അന്ന് ഈ അടിമത്വം എന്നുള്ളത് അന്ന് സിസ്റ്റത്തിലുണ്ട്. അത് അവിടെയും ഉണ്ട്. എല്ലാവരും അടിമകൾ വെച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് അന്ന് സ്വീകരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അടിമ നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ, ഇല്ലാത്ത സമയത്തല്ല. അത് ഇവിടെ വന്ന് പ്രവചനം അതിനെ സ്വീകരിച്ചു. അവസാനം അത് ഭാര്യയായി. അതിനകത്തൊരു കുട്ടി ഉണ്ടായപ്പോഴത്തേക്ക് ആ സ്ത്രീ മാര്യത്തിലേക്ക് പറ്റിയ സ്ത്രീ അടിമത്തിൽ നിന്ന് വിമോചിക്കുകയും ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു.
ഇതാണ് കണ്ടോ അത് വാങ്ങിച്ചില്ലെന്നല്ല, ഒരു സ്ത്രീയെ ഒരു രാജാവ് തന്നതുകൊണ്ട്, ഒരു രാജാവ് ഇങ്ങോട്ട് തന്നതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു. ഒരു പ്രസിഡന്റ് ആയിരുന്നല്ലോ, രാഷ്ട്രത്തെ ഒരു അംബാസിഡർ തന്ന് വിടുമ്പോൾ അംബാസിഡറിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തെ ബഹുമാനിക്കാത്തതിന് തുല്യമാണ്. ആ സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ടും ഞാൻ മാത്രം അടിമ സ്ത്രീകളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അടിമ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചോദിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്താ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലയോ, അത് പാവമാണെങ്കിൽ ഞങ്ങളും പാവികളാവത്തില്ലെന്ന് ബാക്കിയുള്ളവർ ചോദിക്കത്തില്ല. എനിക്ക് മാത്രം അടിമ വേണ്ട, ബാക്കി നിങ്ങളെല്ലാം വെച്ചോന്ന് പറഞ്ഞാലും അതും ശരിയാകത്തില്ല. അപ്പോൾ അന്നത്തെ സിസ്റ്റത്തിലുള്ളപ്പോൾ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ആ മരത്തിൽ കിബിത്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് പറയുന്നത് ഒരു അടിമയ്ക്ക് വരെ 7 അടിമ കൊടുത്തു എന്ന് പറയുന്നത് സഫിയ ബീവിയുടെ കാര്യത്തിലാണ്. സഫിയ ബീവിയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ അടിമകളെ ബന്ദികളെ പിടിച്ച് ആൾക്കാരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സഫിയ ബീവി വേറൊരാളുടെ കയ്യിലാണ് കിട്ടുക. ഇത് പ്രവാചകൻ കണ്ടിട്ടുണ്ട്, സഫിയ ബീവി കണ്ടിട്ടുണ്ട്, തനിക്ക് അടിമയായിട്ട് എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ വന്ന് പറയും അത് ആ ഗോത്ര നേതാവിൻ്റെ തലവൻ്റെ മകളാണത്, സാധാരണ ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര ശരിയാവത്തില്ല, അത് താങ്കൾക്കാണ് അനുയോജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ശരി, അപ്പോൾ ആ ഗോത്രത്തിൻ്റെ പകയില്ലാതിരിക്കണം, അല്ല അവരുമായിട്ട് നല്ല രമ്യതയിൽ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി, അപ്പോൾ നമുക്ക് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഇക്വലൻ്റ് അയാൾക്ക് 7 അടിമകളെ കൊടുത്തു. അത് ഞാൻ പറഞ്ഞ അന്നത്തെ വാല്യൂ ഉണ്ടായിരുന്നു. ഒരു ഉയർന്ന കുലം സ്ത്രീ അല്ലെങ്കിൽ ഉയർന്ന കുലത്തെ ഒരു ലീഡറിൻ്റെ ഗോത്ര തലവൻ്റെ മകളാകുമ്പോഴത്തേക്ക് അതിന് അത്രയും വാല്യൂ ഉണ്ട്. എന്നാലേ 7 കൊടുത്തത് ആരാ, വേറൊരാൾക്കാണ്. അയാൾ എന്നാലേ അയാൾക്ക് അക്സെപ്റ്റ് ആകത്തുള്ളൂ. ഓരോ അടിമയ്ക്കും വാല്യൂ ഉണ്ടായിരുന്നു, പേഴ്സണൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് വാല്യൂ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതില്ല നമ്മളൊന്നും പറയത്തില്ല, അത് വാല്യൂ ഉണ്ട്. വാല്യൂ വെച്ചിട്ടാണ് അടിമകളെ കൈമാറാൻ ചെയ്യുന്നത് അന്നത്തെ ബന്ദികളെ. അത് അന്ന് സിസ്റ്റത്തിലുണ്ടായിരുന്നു. അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല, ഒരാൾക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറും. അയാൾക്ക് 7 അയാൾക്ക് കൊടുത്തപ്പോഴത്തേക്ക് അപ്പോഴാണ് ഈക്വൽ ആവും. അത് ആ വാല്യൂ അനുസരിച്ചാണ് സ്ത്രീയെ കൊടുത്തത്. അതിന് പകരം 7 അയാൾക്ക് കൊടുത്തു. അവസാനം പ്രവാചകൻ എന്നെ എടുത്ത് അതും ഭാര്യയായിട്ട് വെച്ചു. ഇതാണ് അടുത്ത എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എല്ലാ സാധ്യതകളും എന്ന് പറയുന്നത്. ഈ 2 ഹദീസാണ് എടുത്ത് വെച്ച് പറയുക. അവർ മരത്തിൽ ഗൗത യൂസ് ചെയ്തു, സഫിയ ബീവിയെ 7 അടിമ കൊടുത്തിട്ട് വാങ്ങിച്ചു എന്ന് പറയുന്നതെല്ലാം ആ യുദ്ധബന്ദികളിലും ആ പേഴ്സണൽ വാല്യൂ ഉള്ളത് കൊണ്ടും ആണ് ആ ക്രയവിക്രയങ്ങൾ നടന്നത്. ഇതൊന്ന് ഇത്രയുമാണ് ഇതിനകത്ത് പറഞ്ഞ റിയാഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അടിമത്തം നിരുത്സാഹപ്പെടുത്തിയില്ല. ഓരോ വാക്കാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ സമ്പത്തായിട്ടെടുത്തു, അതിനും ഞാൻ ഉത്തരം പറഞ്ഞു. ക്രയവിക്രയം ചെയ്തു, അതിനും ഞാൻ ഉത്തരം കൊടുത്തു. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി. അതിന് ലേഖത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഇനി ഒരു വാക്കും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്, നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ളത്. അത് നിങ്ങൾ ഓക്കെ, അതും കൂടെ ഈ ക്ലിപ്പിൽ തന്നെ ആൻസറായിട്ട് പറഞ്ഞേക്കാം. നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇത്രയും നിങ്ങൾ ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത് ഇല്ലാതാക്കണമെങ്കിൽ പതുക്കെ വേറെ രീതിയിൽ, ഇപ്പം ഒരു ഇൻസെൻറ്റീവ് കൊടുത്ത് ഗവൺമെൻറ് നിങ്ങൾ ഈ ഡീസൽ കാർ വിറ്റിട്ട് ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്നതിന് ഇത്ര രൂപ ഞാൻ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പൈസ തരാം എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ അടിമ ഇല്ലാതാക്കാൻ പ്രവാചകൻ ചെയ്തത്. അതിന് നിങ്ങൾ ഒരുപാട് ആയത്തുകൾ കാണാം. ഈ ബന്ദികളെ നിങ്ങൾ ഇത് ഫ്രീ ആക്കുക, നിങ്ങളവരെ വിടുവിക്കുക എന്ന് പറയുന്ന ഖുർആൻ ആയത്തുകൾ കാണാം. ഖുർആൻ്റെ 90, 11, 13 അതിനകത്ത് ഈ യുദ്ധബന്ദികളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ മോചിപ്പിക്കുന്നത് പുണ്യപ്രവൃത്തിയാണ്, നല്ല പ്രവൃത്തിയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണെന്നുള്ളത്. അതും മറ്റാൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നത്, ദാനധർമ്മം ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് പറയുന്നത് ഖുർആൻ്റെ 90, 11, 13 കാണാം. അതുപോലെ തന്നെ ഖുർആൻ 2ൻ്റെ 177 അതൊരു ദാനധർമ്മം പോലെയാണ്. ഇത് എന്താണ്, യുദ്ധബന്ദികളെ നിങ്ങൾ മോചിപ്പിക്കുന്നത് ദാനധർമ്മത്തിന് തുല്യമാണെന്ന് പറയുന്നത് 2ന് 177. മറ്റൊരു രീതിയിൽ നിരുത്സാഹപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺട്രാക്ട് എഗ്രിമെൻറ്റിൽ അവരെ ഫ്രീ ആക്കാം. മോചിപ്പിച്ച് ഇത്ര വാല്യൂ ഉണ്ടല്ലോ, ഒരു അടിമയ്ക്ക് ഒരു 2 ലക്ഷം 5 ലക്ഷം വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ച്, ഓക്കെ ഞാൻ നിന്നെ മോചിപ്പിച്ചേക്കാം, നീ ഇപ്പോൾ വേറെ എവിടെയും ജോലി ചെയ്തിട്ട് ഈ പൈസ കുറച്ചായിട്ട് എനിക്ക് അടച്ചാൽ മതി എന്ന് പറയുന്നൊരു സിസ്റ്റം അത് കൊണ്ടുവന്നു. അതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ശപഥം ലംഘിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഇപ്പോൾ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടെടുത്തു, അതിന് പരിഹാരമായിട്ടെടുത്തു. അത് ഖുർആൻ്റെ 4ൻ്റെ 92, 5ൻ്റെ 89 കാണാം. ഒരു പരിഹാരമായിട്ട് ഒരാളെ ഒരു തെറ്റ് ചെയ്യുന്നതിന് ഒരു അടിമയെ മോചിപ്പിക്കുക, ഒരു ശപഥം ലംഘിച്ചാൽ അതിന് അടിമയെ മോചിപ്പിക്കുക. അതുപോലെ സക്കാത്ത് നിങ്ങൾക്കറിയാം, സക്കാത്ത് മുസ്ലിങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ്. അത് മുസ്ലിമിൻ്റെ വെൽഫെയർ യൂസ് ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് അവർക്കും പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സമ്പത്താണ്. ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് അടിമകളെ മോചിപ്പിക്കാം. അത് ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. അതിൽ ഒരു ഭാഗം 8 വിഭാഗക്കാർക്ക് അടിമ സക്കാത്ത് യൂസ് ചെയ്യും. അതിൽ ഒരെണ്ണം അടിമ മോചനമാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത് നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ളത്? നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ ഇതെല്ലാം ഇത്രയും ആയത്തുകളും ഇത്രയും സ്റ്റെപ്സുകളും എടുക്കുമോ ഇസ്ലാം അവരെ മോചിപ്പിക്കാനായിട്ട്? അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. സക്കാത്തിൽ നിന്ന് തന്നെ അവരെടുത്ത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രവാചകന് അവസാന കാലത്ത് ഒരു യുദ്ധത്തിൽ കിട്ടി 5-1 കിട്ടണമെന്നല്ല പറയുന്നത്. അത് പ്രവാചകൻ മാത്രമല്ല, 5-1 എന്താണെന്നുള്ളത് നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കേട്ട് മനസ്സിലാക്കുക. 5-1 പ്രവാചകൻ മാത്രമല്ല, പ്രവാചകനും പാവപ്പെട്ടവർക്കും പ്രവാചകൻ്റെ ബന്ധുക്കൾക്കും എല്ലാം ചേർത്തിട്ടാണ് 5-1. അങ്ങനെ 5-1 ഇത്രയും അടിമ വെച്ചാൽ പ്രവാചകൻ എത്ര അടിമ ഉണ്ടായിരുന്നു മരിക്കാൻ നേരത്ത്? ഒരടിമ പോലും ഇല്ലായിരുന്നു. എല്ലാവരും മോചിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പറയുന്നതിനൊക്കെ എതിരാണ് ഈ തെളിവുകളെല്ലാം.
അതുപോലെ ഞങ്ങൾ സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് അടിമകളെ മോചിപ്പിക്കുകയായിരുന്നു ബുഹാരി 1054 കാണാം. അതുപോലെ ചന്ദ്രഗ്രഹണത്തിൻ്റെ അന്ന് ഞങ്ങൾ അടിമകളെ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ബുഹാരി 2520 കാണാം. ഇങ്ങനെ പല 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 രീതിയിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അവനെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബന്ദിയെക്കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹ്ശറയിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അവന് അടി കിട്ടും, ചാട്ടവാർ അടി കിട്ടും എന്നുള്ളത് ബുഹാരി 6858 അവന് ഇല്ലാതെ പറയുന്നത്. ഒരു ബന്ദിയെക്കുറിച്ച് അവൻ്റെ പുറത്തില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നാളെ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നത് എല്ലാം കാണാം. അപ്പോൾ ലിയാഖത്തിൽ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഞാൻ ഒന്നും കൂടെ പറയാം. അടിമത്തം നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, നിരോധിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു. രണ്ടാമത്തെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ക്രയവിക്രയം നടത്തുന്നു, സമ്പത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അതിൻ്റെ കാരണം പറഞ്ഞു. പിന്നെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അത് സാധ്യതകൾ എന്താണെന്ന് നമ്മൾ വിവരിച്ച് അതെല്ലാം എന്താണെന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പിനുള്ള ഉത്തരം. ഇനി